നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി നഗരസഭയിലെ 26ാം ഡിവിഷനിലാണ്. കൊച്ചി തന്നെയല്ല, കേരളം മുഴുവൻ ലോകത്തിന് മുമ്പിൽ മാതൃകയാക്കി ഉയർത്തിക്കാണിക്കുന്ന ഒരു നഗരസഭയും മെട്രോ നഗരവുമാണ് കൊച്ചി. ആ കൊച്ചി നഗരത്തിൽ ഈ 26ാം ഡിവിഷനിലെ ഒരു സാലി, തങ്കച്ചി എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് വീടെന്ന് പറയാൻ പറ്റില്ല. ഇത് നോക്കൂ, വീടെന്നൊരിക്കലും പറയാൻ പറ്റാത്ത ഒരു കുടിലെന്നും വിളിക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യ ജീവനുള്ള ഒരാൾക്ക് താമസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശോചനീയമായ, അതീവ ശോചനീയമായ ഒരു വീടിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കൗൺസിലറുണ്ട്, ഇവിടെ അധികാരികളുണ്ട്, ഇവിടെ ജനപ്രതിനിധികളുണ്ട്, ഇല്ലാത്തതായി ആരുമില്ല, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇതേപോലെ ഒരു സ്ഥലത്ത് മനുഷ്യർ രണ്ടുപേര് ജീവിക്കുന്ന ഒരു വീട് ഈ നഗരസഭയുടെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ എത്രത്തോളം കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് ഈ ഒരു സമൂഹത്തോട് നമ്മുടെ അധികാരികൾ കാണിക്കുന്നുള്ളതിൻ്റെ നേർചിത്രമാണിത്. ഞങ്ങൾ ഈ കാഴ്ചകളിലേക്ക് ചാനൽ 91 ന്യൂസിന്റെ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. കൊച്ചി നഗരഹൃദയത്തിൽ 26 വർഷമായി സ്ഥിതി ചെയ്യുന്ന വീടിന്റെ അവസ്ഥയാണിത്. കേരളത്തിൽ ഇങ്ങനെ ഒരു വീടുണ്ടാകില്ല. കണ്ണു നിറയാതെ ഈ വീടിന്റെ അവസ്ഥ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല. കൊച്ചി കോർപ്പറേഷൻ ഡിവിഷൻ 26 ബീച്ച് റോഡിൽ താമസിക്കുന്ന സെബാസ്റ്റ്യൻ, സഹോദരി തങ്കച്ചി എന്നിവരുടെ വീടാണിത്. വെള്ളമില്ല, വൈദ്യുതിയില്ല, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും ഈ വീട്ടിലില്ല. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ഈ സഹോദരങ്ങൾ ആശ്രയിക്കുന്നത് തൊട്ടടുത്തുള്ള വീടുകളാണ്. ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായി കൗൺസിലറുടെ അടുത്ത്. അപ്പം ഞങ്ങൾ പറയുന്ന അവർ കേൾക്കുന്നില്ല. അവർ പറയണ പൊളിക്കാണ്ട് പറ്റിയില്ല. ഇവിടെ വേറെ എന്തോ വരണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പട്ടയുള്ള സ്ഥലമല്ലേ? പട്ടയുള്ള സ്ഥലമാണ്. വീട്ടു നമ്പർ ഉണ്ടോ? വീട്ടു നമ്പർ ഉണ്ട്. ഇവിടെ ശുദ്ധജലം ഉണ്ടോ? ശുദ്ധജലം പൈപ്പിൽ നിന്ന് എടുക്കണം. വൈദ്യുതി ഉണ്ടോ? വൈദ്യുതി ഇല്ല എൻ്റെ വീട്ടിൽ. കക്കൂസ് ഉണ്ടോ? കക്കൂസ് ഇല്ല. കേൾക്കൂ, ഒരു മനുഷ്യൻ താമസിക്കുന്ന വീടാണിത്. കേട്ടില്ലേ കഥ? എൻ്റെ പേര് മേറിയെന്ന. ഒന്നുമില്ല. ഇപ്പം അതുങ്ങൾക്ക് എൻ്റെ വീട്ടിലാണ് അതുങ്ങൾ കിടക്കുന്നത്. ഒരു പെണ്ണല്ലേ, ഇവിടെ ആരും ഒന്നും സഹകരിക്കില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രം പറയുമ്പം ഇതിനെ വിളിച്ചാൽ അതും വരും. ഇതെല്ലാം ഇരിക്കുന്ന ആൾക്കാർ, എല്ലാവരും അറിയണ ആൾക്കാരാണ്. വലിയ വലിയ പദ്ധതികൾ വരികയാണ് കൊച്ചിയുമായി ബന്ധപ്പെട്ടും. അതേപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ വൻകിട വ്യവസായങ്ങളും വലിയ പദ്ധതികളും ഒക്കെ വരുമ്പോൾ ഇത്തരം സാധുക്കളെ സഹായിക്കാൻ ആരുണ്ടെന്നുള്ള ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയാണ്. മനുഷ്യജീവികൾ എന്ന് പോലും പരിഗണിക്കാത്ത ഒരു കോർപ്പറേഷനാണ് നിലവിൽ കൊച്ചിയിലുള്ളത്. അവരുടെ മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന മൗലിക അവകാശ നിഷേധം പോലും കണ്ടില്ലെന്ന് നടിക്കുകയാണ് വാർഡ് കൗൺസിലറും കൊച്ചി കോർപ്പറേഷനും. 10 സെന്റ് സ്ഥലമുണ്ടായിരുന്ന ഈ സഹോദരങ്ങൾക്ക് പലരും കയ്യേറിയെടുത്ത് ഇപ്പോൾ ബാക്കി 1 സെന്റ് മാത്രമാണ്. അടച്ചുറപ്പുള്ള ഒരു വീടിനായി, വെള്ളത്തിനായി, വൈദ്യുതിക്കായി മുട്ടാത്ത വാതിലുകളിലെ ഇവർ. വീടോ കിട്ടിയില്ല. ശൗചാലയത്തിനായി കൊച്ചി കോർപ്പറേഷനിൽ കേൻ അപേക്ഷിച്ചു. പക്ഷെ ഒരു ടോയ്ലറ്റ് പണിതു കൊടുക്കാൻ പോലും അധികൃതർക്ക് സാധിച്ചില്ല. സ്വച്ഛ ഭാരത്, ലൈഫ് മിഷൻ, അങ്ങനെ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയുമായി നിരവധി പദ്ധതികളുണ്ട് ഇവിടെ. പക്ഷേ അതൊന്നും ഈ പാവങ്ങൾക്കുള്ളതല്ല, സ്വാധീനവും പണവും ഉള്ളവർക്ക് മാത്രം എന്ന് വീണ്ടും തെളിയുകയാണ് ഈ സംഭവത്തിലൂടെ. കോർപ്പറേഷനോ പൊതുപ്രവർത്തകരോ രാഷ്ട്രീയക്കാരോ തിരിഞ്ഞു നോക്കാനില്ലാത്ത ഈ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് ഏക ആശ്രയം നല്ലവരായ അയൽവാസികൾ മാത്രമാണ്. ഈ സഹോദരങ്ങളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ഫേസ് ഫൗണ്ടേഷൻ അവരുടെ അക്ഷയപാത്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ മാസവും അവർക്ക് വേണ്ട ഭക്ഷ്യദാന കിറ്റുകൾ സൗജന്യമായി നൽകുമെന്ന് ഉറപ്പ് നൽകി. ഈ അടുത്താണ് ഈ സാലിയുടെയും ഈ ചേച്ചിയുടെയും വിവരം അറിയാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഞങ്ങൾ അടിയന്തരമായി ഇടപെടുകയും അവർക്ക് എല്ലാ മാസവും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യ കിറ്റുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കുമെന്നും ഞങ്ങളിതോടെ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നുള്ളൊരു പദ്ധതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ട് അതിൻ്റെ ഓരോ നടപടികളും ഇന്നോട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു കിടപ്പാടം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കി കൊടുക്കാൻ ഫേസ് ഫൗണ്ടേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇതോടെ അറിയിച്ചുകൊള്ളുന്നു. ഫേസ് ഫൗണ്ടേഷൻ ജീവനക്കാരായ സാംസൺ, ടിൻഡിമോൾ പ്രദീപ്, മെറ്റി ജേക്കബ് എന്നിവർ ആദ്യ ഭക്ഷ്യദാന കിറ്റ് കൈമാറി. ആയിരക്കണക്കിന് വിദേശ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലത്താണ് ഈ നീതി നിഷേധം നടക്കുന്നത്. ഈ വാർത്ത കണ്ടെങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.